വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ എപ്പോഴത്തെ പോലെ കുറച്ച് ലേറ്റാണ് എഴുന്നേറ്റിരിക്കുന്നത്. പക്ഷെ അതിനൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ കുറച്ചേറെ റിസർച്ച് ഞാൻ എൻ്റെ ലൈവ് സ്ട്രീമിൽ നടത്തിയായിരുന്നു. അത് വെച്ച് ഞാൻ ഡിസൈഡ് ചെയ്തു മറ്റന്നാൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നില്ലേ? ഞാൻ പറയുന്നു, വന്നാൽ 24 മണിക്കൂർ ലിവിങ് ഇൻ എ ഹോണ്ടഡ് ഹൗസ്. നിങ്ങൾ 25 GB ബംഗ്ലാവ് ബോട്ടക്കാട്, ആ ഒരു കാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അഗസ്ത്യമലയിലെ താഴ്വാരങ്ങളിൽ ആണെന്ന് തോന്നുന്നു, എവിടെയോ ആണ്. പക്ഷേ അവിടെ 24 hours, അതിനെക്കുറിച്ച് വീഡിയോ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. പക്ഷേ 24 മണിക്കൂർ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ചെയ്യുന്നില്ല. ഇന്ന് എനിക്ക് കുറച്ച് മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക്. അപ്പോൾ അവന്മാർ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ ആദ്യം അവന്മാരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വേണമെങ്കിലും പോയേനെ. പക്ഷേ നമുക്ക് എൻ്റെ പേടിത്തൊണ്ടനായ മാനേജറിനെയും പിന്നെ എൻ്റെ ഇൻവെർട്ടറായ ക്യാമറമാനെ എല്ലാവരെയും കൊണ്ടുപോകാം. അതാകുമ്പോൾ പിന്നെ അവിടെ നെറ്റ്വർക്കും ഇല്ല, കരണ്ടും ഇല്ല, അവിടെ ഒരു കിണ്ടിയില്ല. നിഗൂഢതയിലോട്ട് ഇവന്മാരെല്ലാം കൊണ്ടുപോവുകയാണ്. എനിക്കൊരു പേരത്തിന് അങ്ങനെ പേടിയില്ല. പള്ളക്ക് കുത്ത് കിട്ടുക എന്നുള്ള ഡൗട്ടേ ഉള്ളൂ. അതല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ പേര് 25 GB ബോണക്കാട് എവിടെയാണ്? ബോണക്കാട് ബംഗ്ലാവ്. 1951 ബംഗ്ലാവ്. അതൊക്കെ പിന്നെ അറിഞ്ഞാൽ പോരെ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി എൻ്റെ കമൻസിൽ പറഞ്ഞേക്കാം, അവിടെ എനിക്ക് 24 മണിക്കൂർ വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണോ? ലീഗൽ ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? ചെയ്യാം. അവിടെ ഒരു രാത്രി തങ്ങാവോ? അതൊക്കെ ഒന്ന് ക്യാമറയിൽ പറ. നിങ്ങൾ ക്യാമറ അല്ല, കമൻറ്റിൽ പറ. ഈ പൂച്ചകൾ എന്താ ഈ താഴത്ത് ഇങ്ങനെ ഓരോരുത്തർ എല്ലാവരും താഴെ കിടക്കുന്നില്ല? നിങ്ങൾ ഈ വിതർമ്പിച്ച് കിടക്കാതെ അങ്ങോട്ട് പോയി ബോക്സിനകത്ത് കിടക്കൂ. വണ്ടിയുടെ അടിയെല്ലാം പോവും. ഓരോരോ ആൾക്കാരെ പോയിട്ട് എനിക്ക് പൊക്കി എടുക്കാനുള്ളതാ. അമ്മമാരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇവന്റെ കണ്ണതേ നീലയാ. കണ്ടാ ഒരെണ്ണം എങ്ങനെ വണ്ടിയുടെ അടിയിലാകുന്നു എപ്പോഴും. എൻ്റെ ടയറിൻ്റെ ഇടക്ക് കയറി ഇരിക്കുന്നു. എക്സ്ട്രാ പണി എന്തിനാ രാവിലെ എപ്പോൾ നോക്കിയാലുള്ള അവന്മാർ. പിന്നെ കമൻറ്റ് ഒരുത്തം പറഞ്ഞായിരുന്നു ഈ ഗ്രില്ല് ഡീക്രോം ചെയ്തേക്കാം. ഇത് നമ്മൾ ഡീക്രോം ചെയ്യുന്നതാണ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സമയം കിട്ടുന്നപ്പോൾ ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി ഈ ഇടക്ക് തന്നെ ചെയ്യും. എടാ ദേണ്ടിരിക്കുന്നടാ, കണ്ട അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബംഗ്ലാവിലൊരു ബ്രിട്ടീഷുകാരനാണ് നിന്നത്. ആ ബ്രിട്ടീഷുകാരൻ തേയിലത്തോട്ടത്തിൻ്റെ മാനേജറും അങ്ങനെ എന്തോ ആരാണെന്ന് തോന്നുന്നു. അപ്പം അയാളുടെ മകള് കാണുവാനായി ആ സ്ഥലത്ത്. അതാണ് കഥ. മാറിക്കേ. അപ്പൊ ആ കഥ എത്ര യാഥാർത്ഥ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കിണ്ടിച്ചു അവൻ എഞ്ചിന്റെ ഇടക്കോട്ട് കയറിയവൻ. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇറക്കാനൊക്കെ ടാസ്ക്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ തള്ളനെ തന്നെ അകത്ത് വിടാം, അല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇവൻ ഇതിനകത്ത് കയറുന്നയാ. അവനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ പൂച്ചക്കുഞ്ഞ് വന്നാൽ മതിയായിരുന്നു. ഇത് അവിടെ നടക്കാനുണ്ട്. പോയി ഇറക്കണ്ട് വന്നേ. എടാ അതിനെ ഇറക്കിക്കേ അങ്ങോട്ട് നോക്കിയിട്ട്. ഞാൻ ഫൈനലി ഇറക്കിയെന്ന് തോന്നുന്നു കേട്ടോ. അതേ തെണ്ടി അവനിപ്പോ കൈ വരുന്നില്ല. തെണ്ടി എത്ര നേരം എടുത്തിട്ടാണ് ഓടിക്കേ. അവൻ പിന്നെ അകത്ത് കയറിയിരിക്കുവായിരുന്നു. അവൻ്റെ ഞാൻ വാഴക്കറി പിടിച്ച്. എന്നാ പിടിച്ചോ, പുതിയ ഒരെണ്ണം കൂടി. അവിടെ പുഴുങ്ങി തിന്ന്. ഹോണ്ടഡ് ഹൗസിൽ പോകുന്നതിന് എന്താണ് അഭിപ്രായം? വണ്ടിയുടെ ഹോണ്ടയല്ല, ഹോണ്ടഡ്. അതെന്തുവാ? അത് പ്രേതബാധയുള്ള വീട്. ഹോണ്ടഡ് പ്രേതബാധയുള്ള വീട്ടിലാ? പോകണ്ട. എന്ത് പോകണ്ടെന്ന്? ഞാൻ അടുത്ത വെള്ളിയാഴ്ച പോകുന്നു തിരുവനന്തപുരം. ഒരു മലയുടെ പക്കത്ത് ഒരു ബ്രിട്ടീഷുകാരൻ പണ്ട് അവിടെ തേയിലത്തോട്ടത്തിൽ നോക്കി നടത്തിയ ഒരു മാനേജറായിരുന്നു. അത് ഏതൊരു സമയത്ത് ആ ബ്രിട്ടീഷുകാരൻ്റെ മകള് കാണുവാനായി. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ നിഗൂഢതയിൽ ഒതുങ്ങിയിരിക്കുന്ന വീടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് റീൽസിനൊക്കെ. അത് കണ്ടിട്ടുണ്ട് ഞാൻ. ആണോ? അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പ്രേതം നിന്റെ കൂടെ കയറി വന്ന ഞങ്ങൾ എന്ത് ചെയ്യും? ആ കൂടെ തന്നെ ഇവിടെ ഉള്ള പ്രേതത്തിന് സഹിക്കാൻ പറ്റും. അത് കുഴപ്പമില്ല. ഞാനപ്പോ പോകുന്നതാണ് വെള്ളിയാഴ്ച. അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. കേട്ടാ? അത് കുറച്ച് ഡേഞ്ചറസ് അല്ലവാടാ. ഡേഞ്ചർ ഒന്നും ഇല്ല. അവിടെ വെളിച്ചവും ഒന്നും ഇല്ല, നെറ്റ്വർക്കും ഇല്ല, റേഞ്ചും ഇല്ല. പക്ഷെ ആൾക്കാരുണ്ട്. കുറച്ച് ദൂരെയാണെന്നേ ഉള്ളൂ. എന്തെങ്കിലും പെട്ടുപോയാൽ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ദൂരമുണ്ട്. എന്തെങ്കിലും പെട്ടുപോയാൽ അതിനകത്ത്. അമ്മേ 1951 പണിത ബിൽഡിംഗ് അമ്മേ. കുറച്ച് പഴക്കമുണ്ടെന്നുള്ള 75 കൊല്ലം. അത്ര പഴക്കേ ഉള്ളൂ ബിൽഡിംഗ്. ഏതാണെന്നും പറഞ്ഞ അവിടെ ആരെങ്കിലും ഇതിനുള്ള ആളവിടെ ഉണ്ട്. ഇതിന്റെ തലക്കിട്ടടിച്ച് അറിയുവാ. അവിടെ പോയാലും അറിയത്തുള്ളല്ല. അതൊക്കെ ഓക്കെ, അവിടെ പോയാലും അറിയാൻ പറ്റത്തുള്ളല്ല. ആള് പാത്തിരുന്ന തലക്കിട്ടടിച്ച് എന്ത് ചെയ്യും? അത് രാത്രി ആരോടെ ഇതിനു മുമ്പ് 4 വർഷം മുമ്പ് ആരും നിന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്.
ഇയാളിത് ചെല്ലുമെന്ന് നേരത്തെ അറിയിച്ച ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആരെങ്കിലും ഇവിടെ കരുതി വന്നിട്ട് അടിച്ചു താഴെയിട്ട് പ്രേതാണെന്ന് വരുത്തി നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതുകൊണ്ട് ആ റിസ്ക് വേണം. ഞാൻ പോകുന്നു. അപ്പൊ ശരി, ഞാൻ അമ്മയുടെ ചോദിച്ചതേ ഉള്ളൂ. അമ്മ ഇത്രയും പ്രോത്സാഹിച്ച് നമ്മളെ വിടുന്നു. അപ്പൊ നമുക്ക് പോകാം. അവിടെ ചെന്ന് പേടിക്കൂടാ. ആര്? അമ്മയാ? ഞാൻ പേടിക്കുന്നില്ല, നടക്ക വിട്. ഏത് മനുഷ്യരാണേലും ആളില്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോ ഒന്ന് പുറകോട്ട് പേടിക്കും. ആരെങ്കിലും കരുതി ആ മൂലക്കിരുന്നേച്ച് നിന്നെ ഒന്ന് പേടിപ്പിച്ച് അടുത്ത ആള് വരുന്നത്. എന്റെ മാനേജർ എത്തി അല്ല, കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയത് നോക്കിയ മാനേജർ വരുമല്ലേ? എന്ത് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്? അത് ഞാൻ മാനേജർ പുറത്തോട്ടിരിക്കുക. അല്ല മാനേജർ ഇവിടെ തന്നെ. മാനേജറിനെ ഞാൻ വന്ന് സംസാരിച്ച് ഡീൽ ചെയ്യാം. മാനേജർ അവിടെ ഞാൻ വരാം. മാനേജറിനെ ആദ്യം പിന്നെ ഡീൽ ചെയ്യാം. നമുക്ക് അറിയാൻ പോലും ഇല്ല, അതുകൊണ്ട് പിന്നെ ഡീൽ ചെയ്യാം. അവിടെ കേറി ആൾക്കാർ നെറ്റ് എന്തിനാണ് അവിടെ? ഇന്റർനെറ്റ് അപ്പൊ ശരിയെന്നെങ്കിൽ മറ്റന്നാളെ തിരുവനന്തപുരം നമ്മൾ അവിടെ ചെന്നുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പൊ പോവുകയാണ് ബോയ്സ്. നമ്മൾ ഏതെങ്കിലും ദിവസം പറയുന്നില്ല, ഞാൻ പോവുകയാണ്. ദൈവമില്ല, നല്ലതും ചീത്തയൊക്കെ ഒരേ ആൾക്കാരുടെ കോൺസെപ്റ്റ് ഉണ്ട്. ചീത്തയുണ്ട്. അപ്പൊ പ്രേതം വന്ന് നിന്നെ പിടിച്ചിട്ട് ഞാൻ ആർക്കും ചോദിക്കില്ല, ഞാൻ പോവുകയാ. അവിടെ പോട്ടെ, ആദ്യം ഞാൻ എന്നിട്ട് മതി, പോയിട്ട് മതി. അമ്മ എവിടെ? അമ്മ റീൽസിൽ കണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ സ്ഥലമല്ല, അതല്ല മിക്കവരും രാവിലെ പോകുന്നേ, രാത്രി നിൽക്കാറില്ലെന്നേ ഉള്ളൂ. നീ രാത്രി നിൽക്കുന്ന ചലഞ്ച് എടുക്കുവാണോ? അതെ, പിറ്റേ ദിവസം ചലഞ്ചിനകത്ത് തീരുമാനമായി. പോവാല്ലേ? എന്തോ എനിക്ക് മനസ്സിലായില്ലേ. ഇന്നലെ രാത്രി ഒരു കോള് വിളിച്ചില്ലേ? ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. രാത്രി എപ്പോഴാണ് കോള് വിളിച്ചത്? ഒരു 4 വിളി വെളുപ്പില്. രാത്രി നമുക്ക് പോകേണ്ടത് 25 GB ബംഗ്ലാവ്, 25 GB ബാനങ്കാട് ബംഗ്ലാവ്. ഫുൾ സപ്പോർട്ട്. മാനേജർ കൂടെ വരണമെന്ന് ആൾക്കാരുടെ ആഗ്രഹം. വ്ളോഗില് മാനേജറിന്റെ ആവശ്യം ഉണ്ടെന്ന് ആൾക്കാരെല്ലാം പറഞ്ഞു. മാനേജറിനെ കൂട്ടിയേ പോവാളൂ, മാനേജർ എല്ലാം പോരുന്നത്. എനിക്ക് ആകെ എന്റെ മമ്മി മാത്രമേ ഉള്ളു. നീ അത് എന്താന്നറിയാം, നമ്മള് തിരുവനന്തപുരത്ത് ലൈവ് ചെയ്തപ്പോ അവന്മാര് പറഞ്ഞ സ്ഥലമല്ലേ? അറിയത്തില്ല. അത് തന്നെ തിരുവനന്തപുരം ഹോണ്ടഡ് പ്ലേസ് എന്ന് പറഞ്ഞ അവിടെ നമുക്ക് പോവാം. അവിടെ ആൾക്കാർ പോകുന്നതാ. പെർമിഷൻ ഒക്കെ എടുക്കണം. പെർമിഷൻ എടുക്കണം. എന്ത് പെർമിഷൻ എടുക്കണം? അവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് കയറി പോയാൽ മതി. അവിടെ ഫോറസ്റ്റിന്റെ അവിടെ നമ്മൾ ചോദിക്കാൻ കയറുന്നുണ്ടാവുന്ന കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എടുക്കാമല്ലേ. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പേ 4 വർഷം മുമ്പേ ഒരുത്തന്നെ അവിടെ പോയതിന്റെയൊക്കെ വിളിച്ച് സംസാരിച്ച്. അപ്പൊ ഫോറസ്റ്റുകാരൊക്കെ ചോദിക്കണം, അവര് വിടാതിരിക്കുക അവരുടെ ഇതാണ്. പക്ഷെ ആൾക്കാർ പോയി കാണാറൊക്കെ ഉണ്ട്. അല്ല, പകല് പോയിട്ട് പിന്നെ അവിടെ 2 ബസ്സേ ഉള്ളൂ, വൈകുന്നേരം രാവിലെ. അപ്പൊ നമ്മളവിടെ കൂടി പോയി കഴിഞ്ഞിട്ട് നമ്മളവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം രാവിലെ വരും. രാവിലെ കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെക്ക് പോസ്റ്റ് രാത്രി കഴിഞ്ഞ് കിടക്കത്തുള്ളൂ. നമ്മളവിടെ പുതുമഴയായി വന്നു. കത്തിട്ടുണ്ടെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല ഇവരായിട്ട്, അതുകൊണ്ടായിരിക്കും. അപ്പൊ സെറ്റ് ആണല്ലേ മറ്റന്നാള് മാനേജറുമായിട്ട്? മാനേജറിനെ ബോയ്സ് മാനേജർ കൂടെ വരണോ ഇല്ലെന്ന് കമന്റിൽ പറയും. മാനേജർ കൂടെ വരണോ ഇല്ലെന്ന് കമന്റിൽ പറയുക. അവിടെ ചെക്ക് പോസ്റ്റ് കടത്ത് നമ്മളെ വിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നത്. റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചില്ല നമുക്ക് ഫോഴ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ബംഗ്ലാവിന്റെ അകത്ത് പ്രേതേ ഉള്ളൂ, വേറെ ആരും. അത് രാത്രി നോക്കി ചോദിക്കണവരൊക്കെ. ഏതോ 13 വയസ്സുകാരി പെൺകൊച്ചാ, ബ്രിട്ടീഷിന്റെ. ഇംഗ്ലീഷ് സംസാരിക്കും, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, മനസ്സിലാകത്തില്ല. ഇതുവരെ ഒരു പ്രേതമുള്ളതെന്ന് കേട്ടുള്ളൂ. അതിലെ കുഴപ്പമില്ല, അതാ നല്ലത്. അപ്പം മറ്റന്നാള് നാളെ ഞാൻ ഇന്ന് പോയിരുന്നേ, ഇന്ന് വിളിച്ചോണ്ട് പോവായിരുന്നു നിങ്ങളെല്ലാരെയും കൂടി. പക്ഷെ എന്ത് ചെയ്യാനാ, കല്യാണം വന്നെന്ന്. ഞാനും ക്യാമറമാനും കൂടി പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? ഹോണ്ടഡ് ഹൗസിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്താ എങ്ങനെ ഇരിക്കും? പേടിക്കോ? ഞാനും പേടിക്കത്തില്ല, അവനും പേടിക്കത്തില്ല.
അർജുനമ്പി ക്യാമറാമാൻ പോലും ഇല്ലാതെ പോയി വ്ലോഗ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഒറ്റയ്ക്ക് പോണോ ഹോണ്ട ഡോസി? 3 പേരായിട്ട് ഹോണ്ട ഡോസി പോയിട്ട് എന്ത് വഴിയെ? അപ്പോൾ നമ്മൾ ഇനി അച്ഛനെ കൂടി ചോദിക്കാനുള്ള, പക്ഷെ അച്ഛനെ നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് പോവുകയാണ്. അച്ഛൻ വരുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോവുകയാണ്. എന്താണ്, ഞാൻ തിരുവനന്തപുരം പോവാം. എന്തിനാണ്? ഒരു 25 ബോണക്കാട് ബംഗ്ലാവ്, ഒരു ബ്രിട്ടീഷുകാരൻ ഒഴിഞ്ഞിട്ട് പോയ പ്രേതമുള്ള ഒരു സ്ഥലത്ത് പോകും. അവിടെ എൻക്വയറി ചെയ്യുക. എൻക്വയറി പ്രേതമുണ്ടെന്ന് ചോദിച്ചിട്ടില്ല, പ്രേതമുണ്ടെന്ന് ഞാൻ ചെല്ലും പറയും. അന്നേരം അതിനായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുപോകണം. അത് ഇങ്ങനെ നെറ്റ്വർക്ക് റേഞ്ച് ഒരു കിണ്ടിയില്ല അവിടെ, പിന്നെ കരണ്ടും ഇല്ല, പിന്നെ എങ്ങനെ ആൾ താമസമില്ല. പിന്നെ മെഴുകുതിരി വല്ലതൊക്കെ കൊണ്ടുപോകും, വല്ല വെട്ടാം, മെഴുകുതിരി കൊണ്ടുപോകണം എന്തായാലും. ടോർച്ച് കൊണ്ടുപോയതായാലും. അപ്പം എന്തായാലും അവിടെ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്, ആ ചെക്ക് പോയിന്റ് കടത്തി വിട്ടാൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവർക്ക് റിക്വസ്റ്റ് ചെയ്യണം, ഞങ്ങൾക്കൊന്ന് പോകണമെന്നും പറഞ്ഞു. അപ്പൊ ചോദിച്ചു നോക്കാം. അപ്പൊ അച്ഛൻ എന്ത് പറയുന്നത്? പോയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പിള്ളേർ നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ. പക്ഷെ കൂടുതലായിട്ട് ഇതാകല്ലേ, ഞങ്ങൾ പോകണമെന്നും പറഞ്ഞ് വാശി പിടിക്കല്ലേ. കണ്ടവന്റെ സ്ഥലവാ, കണ്ടവന്റെ അയാൾ പോയി. അയാള് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് എന്തെങ്കിലും അവിടെ നോട്ടം ഉള്ളതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ. അയാളുടെ മകള് മരിച്ചു പോയതാ വർഷങ്ങൾക്ക് മുമ്പ്. അത് കുഴപ്പമില്ല, ആരാ മരിച്ചത്? നമ്മുടെ 100 കൊല്ലം മുമ്പേ മരിച്ചുപോയ മകളാ. ശരി, അങ്ങനെ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങി നടക്കുന്ന പറയുന്ന പുതുമഴയായി വന്നു നീ. അങ്ങനെയാണെങ്കിൽ സർവീസിനുള്ളിൽ എത്ര പൂത്തിന്റെ അത് കയറിയിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്. വലിയ കാര്യം അച്ഛന് കുഴപ്പമില്ലെന്ന് പറയുന്നു ബോയ്സ്. അപ്പം എന്തായാലും നിങ്ങൾ കമന്റിൽ പറയാം അവിടെ പോകാൻ പറ്റുമോ ഇല്ലെന്ന്. നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ. ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ്. സാറിന് എത്ര മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ പോകാറില്ല. മിക്കപ്പോഴും ഞാൻ പോകണമല്ലോ എന്നോർത്തിട്ടാണ് പോകാറുള്ളത്. അപ്പം എനിക്കിത് പോകാൻ തോന്നുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോകാൻ ഇത്ര മോട്ടിവേറ്റഡ് ഞാൻ ആയിട്ടേ ഇല്ല. അപ്പോൾ എന്താ അറിയില്ല, ഞാൻ ജസ്റ്റ് ഇന്ന് രാവിലെ 7 മണിക്കാണ് കിടന്നത്. അപ്പോൾ കിടന്ന് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടൊന്ന് ഉറങ്ങി രാവിലെ. അതാണ് നമ്മൾ കുറച്ചൊന്ന് ഇപ്പം വൈകുന്നേരം ഒന്ന് കിടന്നൊന്ന് നാപ്പായി പവർ നാപ്പ് എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് ഒടുക്കത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് തകർക്കാം. ഞാൻ ഓൾറെഡി നല്ല ഷേപ്പിലൊക്കെ ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് ഫുഡ് ചാലഞ്ച് മന്തിയൊക്കെ ആയിട്ട് ശരീരം ഫുള്ളും പോയി. പക്ഷെ അത് എനിക്ക് വലിയ കാര്യമില്ല, അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോഴും പോയിട്ടില്ല. എന്താ അറിയത്തില്ല. ജിമ്മിലെത്തിയിരിക്കുകയാണ്. അത് ഇവിടെ നമ്മുടെ മാനേജർ നിൽക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ചപ്പാത്തിയും പോളിങ്. എവിടെ വർക്കൗട്ടിന് വരാൻ പോളി ചെയ്യാനാണ് നിങ്ങൾ രണ്ടും വന്നത്? ചപ്പാത്തിയും ബീഫൊക്കെ ആണല്ലേ. അപ്പോൾ വർക്കൗട്ട് ചെയ്യാനാണ് വന്നത്. ഇത് കഴിച്ചിട്ട് എങ്ങനെ ചെയ്യാനാ? ആശാൻ അത് അപ്പൊ കളിക്കുന്നത് എങ്ങനെയാ ബോയ്സ്? കംപ്രസർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഇട്ടത് മറ്റേ ബാക്ക് ഫ്ലിപ്പ് പഠിക്കുന്ന സമയത്തായിരുന്നു. അത് പഠിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, പകുതി വഴിക്ക് നിർത്തേണ്ടി വന്ന്. അപ്പം അത് എവിടം വരെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഹാർഡ് സർഫേസ് ഞാൻ ചെയ്തിട്ടില്ല ഇവരായിട്ട്. എങ്ങനെയാ ഇരുന്നിട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ബോയ്സ്. ഞാൻ 100% കമ്മിറ്റ്. വൈസി നടന്നു ചരിയുന്നു ഞാൻ. കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ബോയ്സ്. ലെറ്റ്സ് ഡു സം ഹാമർ കേൾസ്. ഞാൻ ഹാമർ കേൾസ് ചെയ്യാറ് പോലും ഇല്ല. അപ്പോൾ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് ഞാൻ ജിമ്മിൻ്റെ വർക്കൗട്ട് സെഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടന്ന് പോവുകയാണ്. വണ്ടിയിൽ വന്നേനെ, പക്ഷേ എന്തോ എനിക്ക് നടക്കാനുള്ള മൂടുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. നടന്നു തന്നെ പോകുന്നു, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്കാം. അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ 25 ബംഗ്ലോ ഒക്കെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമില്ല എന്നൊക്കെ. എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇടവെച്ച് നിർത്താം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ എപ്പിസോഡ്. I'll see you guys next time. Till then, take care.